ഈ അണ്ണാങ്കഞ്ഞിൻ്റെ റെസ്ക്യൂ കഥ കേൾക്കാൻ വേണ്ടി കുറേ പേര് ക്യൂരിയസ് ആയിരുന്നു. അവർക്ക് വേണ്ടി ദേ ഈ കഥ. ഈ കാണുന്ന എൻ്റെ കുരുത്തം കെട്ട പൂച്ച ഒരു ദിവസം ബോൾ പോലെ എന്തിനെയോ ഉരുട്ടുന്നു. ഞാൻ വെച്ച് വല്ല എലിയായിരിക്കും, എന്തായാലും രക്ഷപ്പെടുത്തി അയക്കാന്ന് കരുതി. നോക്കുമ്പോൾ അതാ ഒരു അണ്ണാങ്കുഞ്ഞ്. കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് അത് ചത്ത പോലെയായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ സാരമില്ല, നമുക്കതിനെ കുഴിച്ചിടാം. പക്ഷെ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല. കുറച്ച് വെള്ളവും കൊടുത്ത് ഒഴിഞ്ഞു കൊടുത്ത് ആളെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ വക ഒരു ഐഡിയ. എന്തായാലും ഇപ്പം തന്നെ അതിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പ് തുടങ്ങിക്കൂടാം. കുറച്ച് ഇലയെല്ലാം വെച്ച് പഴവും വെച്ച് അണ്ണാൻകുട്ടന് സെറ്റപ്പായിട്ട് ഞങ്ങളൊരു തീറ്റയും കൊടുത്തു. ആള് ഹാപ്പി, വെള്ളവും കുടിച്ചു, ആള് ഫുൾ ഉഷാറ്. ബട്ട് ടൈം ടു ഗോ ബാക്ക്. കാരണം നമ്മളെ കൂടെ അതിന് സർവൈവ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇതിൽ അറ്റാച്ച്ഡായി. പക്ഷേ ഞാൻ മനസ്സോടെ എൻ്റെ പൂച്ചയെല്ലാം കാണാതെ ഞാൻ അതിനെ മരത്തിൻ്റെ മേലെ തന്നെ വെച്ചു. അത് ഹാപ്പിയായി മേലേക്ക് തിരിച്ചുപോയി. എന്തായാലും ഇതിനെ രക്ഷപ്പെടുത്തിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെ വീട്ടുകാരും ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ പൂച്ച വാസ് വെരി അൺഹാപ്പി. ബിക്കോസ് അതിൻ്റെ കളിക്കേണ്ട ഒരു ടോയ് ആണല്ലോ പോയത്. എന്തായാലും ആ പോകുന്ന വഴിക്ക് എനിക്കൊരു ടാങ്ക്സ് എല്ലാം കിട്ടി എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. എന്തായാലും പൂച്ചയൊന്നും അടുത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത്ര നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു.